അപ്പൊ ലാലിഗയിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണ ഒരു മത്സരം കളിച്ചിട്ടുണ്ട്, റയൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് 2 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ലാലിഗയിലെ ബിഗ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ ഈ 3 ടീമുകളെയാണല്ലോ. അപ്പോൾ ആ ഒരു 3 ടീമുകളുടെയും ഒരു ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയ ഒരു പ്ലെയർ, അതുപോലെ തന്നെ ഈ ലാലിഗയിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഡൈവിങ് ഇൻസിഡന്റ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടീമായിട്ടുള്ള എസ്പാനിയോൾ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്, പിന്നെ ഈ ഒരു ജൂലിയൻ ആൽവാരസിന്റെ ഒരു സംഭവം, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സ്ഥിരം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരത്തിൽ തന്നെ തുടങ്ങാം. അത്ലറ്റിക്കോ മാഡ്രിഡ് എതിരാത്ത 2 ഗോളുകൾക്ക് ജയിച്ചു ഫസ്റ്റ് മാച്ച്. ആ ഒരു മാച്ച് പുതിയതായിട്ട് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമിനെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ആധിപത്യം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്തായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇതിനകത്ത് 2 ഗോളുകൾക്ക് ജയിച്ചു. ബേനയും അതുപോലെ തന്നെ കൊങ്ങിൻലി എന്ന് പറയുന്ന പുതിയ ഒരു PFC നിന്ന് കൊണ്ടുവന്നിട്ടുള്ള താരവുമാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സിംഗിൾ മാച്ചാണ്, അതായത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചാണ്. ഫുള്ളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കയ്യിലായിരുന്നു കളി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു പോവാം. അതായത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം ക്ലബ് ഫുട്ബോളിലോട്ട് വരുന്നവരാണെങ്കിൽ വെൽക്കം ടു ലാലിഗ. അതായത് ലാലിഗ ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേൾഡ് കപ്പിൽ കുറേ റെഫറിങ് എറേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു 3-4 ഇരട്ടി കാണും ലാലിഗയിൽ. ലാലിഗ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസൺ നോക്കിയാൽ മതി. കഴിഞ്ഞ സീസണിൽ അതായത് ഈ ഒരു ഷൂവിൻ്റെ നീളം ഇത്രയും നീളുക, അതുപോലെ തന്നെ കൈ കൊണ്ട ഹാൻഡ്ബോൾ അല്ല, തോളിക്കൊണ്ട ഹാൻഡ്ബോള്, തെന്നി വീണ പെനാൾട്ടി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ കണ്ടങ്ങളിലൊക്കെ കാണുന്ന കുറേ പരിപാടി ലാലിഗയിൽ കാണാൻ പറ്റും. അതാണ് ലാലിഗയുടെ ഒരു റെഫറിങ്ങിൻ്റെ ക്വാളിറ്റി. ഫസ്റ്റ് മാച്ച് ഡേ കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ കണ്ടതാണ്. പലതും കുറേ ഇൻസിഡൻ്റ് ഉണ്ട് പല മാച്ചുകളിലായിട്ട്. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലയിൽ കൊള്ളാത്ത ബോൾ ഉണ്ടല്ലോ, വലയിൽ കൊള്ളാത്ത ബോൾ ചിലപ്പോൾ ഡിസലോ ചെയ്യും, ഗോളാകത്തില്ല. അതായത് സാധാരണ ഫുട്ബോൾ റൂൾ അനുസരിച്ച് ലൈൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഫുൾ ബോൾ ലൈൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗോളാണ്. പക്ഷെ ലാലിഗയിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല. ഇത്രയും വലിയൊരു ലീഗിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അത് ഡിസലോ ചെയ്യപ്പെടും. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പുതിയ ഫാൻസിന് അറിവായിട്ടിരിക്കട്ടെ കാണാൻ പറ്റും ലാലിഗയിൽ എന്നതാണ്. അപ്പോൾ ലാലിഗ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാഴ്സയും റയലൊക്കെ ഉള്ള ഒരു റൈവലറി ആയാലും മറ്റു കുറേ മാച്ചസ് ആയാലും വളരെ ടോപ്പ് ക്ലാസ് ടോപ്പ് മാച്ചസ് തന്നെയാണ് ലാലിഗ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കളിയിലേക്ക് വരാം. എസ്പാനിയോളിനെ 1-2 ഗോളുകൾക്കായിരുന്നു റയൽ പരാജയപ്പെടുത്തിയത്. കുറേ കാര്യങ്ങളുണ്ട് ഈ മാച്ചിൽ പറയാനായിട്ട്. റയൽ ഒരു പുതിയ കോച്ച്, പുതിയ ഒരു സിസ്റ്റം, അതുപോലെ തന്നെ കുറേ പുതിയ പ്ലേയേഴ്സുമായിട്ട് ഇറങ്ങി. റയലിൻ്റെ സൈനിങ്സ് എല്ലാം ഈ ഒരു മാച്ചിൽ കളിച്ചിട്ടുണ്ട്. ചില ആളുകൾ സബ്ബായിട്ട് ഇറങ്ങി, ചില ആളുകൾ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് എന്നാണ് നമുക്ക് പറയാം. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി കാർലോസ് എസ്പി, ആളുടേത് ബിലോ ആവറേജ് അല്ല, എബോ ആവറേജ് ആണ്. ആൾ വേറെ ലെവൽ പെർഫോമൻസ് നടത്തി. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റയലിൻ്റെ ടീമിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. റയലിൻ്റെ ഡിഫൻസിൽ പ്രശ്നമുണ്ട്, മിഡ്ഫീൽഡിൽ പ്രശ്നമുണ്ട്, ഫോർവേഡ്സിൽ ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെ അത് അറിയാലോ, കോച്ച് ആരാ, ദ സ്പെഷ്യൽ വൺ ആണ് കോച്ച്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സോൾവ് ചെയ്തെടുക്കും. പുഷ്പം പോലെ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്തെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫസ്റ്റ് മാച്ച് ഒരു ത്രില്ലിംഗ് മാച്ചായിരുന്നു. അവസാനം സമനിലയിലാകുമെന്ന് തോന്നിച്ച മത്സരം അവസാനം സബ്ബായിട്ട് ഇറങ്ങിയിട്ട് കാർലോസ് എസ്പി വിന്നിംഗ് ഗോൾ സ്കോർ ചെയ്യുകയാണ്. ആളുടെ ഡെബ്യൂ മത്സരം വിന്നിംഗ് ഗോൾ സ്കോർ ചെയ്തു. വേറെ ലെവൽ ഒരു സ്റ്റാർട്ട് ആള് നടത്തിയിരിക്കുകയാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് റയലിന്റെ ആദ്യത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഫുൾ വൺ സൈഡഡ് ആയിട്ടുള്ള ഗെയിം ഒന്നും അല്ലായിരുന്നു ഇത്. 2 ടീമും ഒരേപോലെ കളിച്ചിരുന്നു. പക്ഷെ റയൽ തന്നെയാണ് ബെറ്റർ ആയിട്ട് കളിച്ചിരുന്നത്. റയൽ ഒരു വിൻ ഡിസർവ് ചെയ്തിരുന്നു. പക്ഷെ സ്റ്റിൽ 90 മിനിറ്റ് വരെ എസ്പാനിയോൾ പിടിച്ചു നിന്നു എന്നതാണ്. അപ്പോൾ ഈ മത്സരത്തിന് ശേഷമാണ് കുറേ കോൺട്രവേഴ്സീസ് വന്നത്. ഫസ്റ്റത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ ഒരു ഡൈവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ഡൈവാണ്. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കണ്ടു കാണും. അത് ഫൗളൊന്നും അല്ല, ടച്ചൊന്നും ഇല്ല, ക്ലിയർ ആയിട്ടുള്ള ഡൈവാണ്. അപ്പോൾ ആൾക്ക് അതിന് കാർഡ് കിട്ടും, ഉറപ്പാണല്ലോ. കാർഡ് കിട്ടും, കാർഡ് കൊടുക്കണം, യെല്ലോ കാർഡ് കൊടുക്കണം. പക്ഷെ കൊടുത്തില്ല. അദ്ദേഹത്തിന് സെക്കൻഡ് യെല്ലോ ആകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ റെഡ് കാർഡ് കിട്ടേണ്ട ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്. പക്ഷെ അത് കൊടുത്തില്ല, അതങ്ങ് വിട്ടു. അടുത്തൊരു ഇൻസിഡന്റ് നടന്നു.
ഈ ഒരു വിനീഷ്യസിനെ പുറകിൽ നിന്ന് ചവിട്ടുന്ന ഒരു ഇൻസിഡന്റ്, താഴെ വീണ് നടക്കുന്ന വിനീഷ്യസിനെ ചവിട്ടുന്ന ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനും വലിയ രീതിയിലുള്ള ഒന്നും ചെയ്തില്ല. ക്ലിയർ റെഡ് കാർഡിന്റെ ഒരു സാധനമാണ് അത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ റെഫറിയുടെ എറേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫാൻസ് അറിയാലോ, ഒരു സൈഡ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ രണ്ട് സൈഡും പറയുന്നുണ്ട്. രണ്ട് സൈഡും ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, രണ്ട് സൈഡും കാർഡ് കിട്ടേണ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടെ പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പാനിയോൾ പോസ്റ്റ് ചെയ്തു അവരുടെ സോഷ്യൽ മീഡിയയിൽ എത്ര ഡൈവ് ചെയ്താലാണ് കാർഡ് കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അവർ ചെയ്തു. അതെന്തിനാണ് ചെയ്തത്? നിങ്ങളുടെ പ്ലെയർ ചെയ്തിട്ടുള്ളത് അതിലും വലിയൊരു സംഭവമാണ്. ചവിട്ടുക, താഴെ വീണ് കിടക്കുന്ന ഒരു പ്ലെയറെ ചവിട്ടുക, അത് നിങ്ങളുടെ പ്ലെയർ ചെയ്തിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഇതിനെ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഒരു കോമൺ ആയിട്ട് ആലോചിച്ചാൽ മതിയല്ലോ, രണ്ട് സൈഡും സംഭവം ഉണ്ട്. ഡൈവ് ചെയ്തു, ഓക്കെ, അവിടെ കാർഡ് കൊടുക്കണം, ഓക്കെ. നിങ്ങളുടെ പ്ലെയർ ചെയ്തത് എന്താ? അതിലും വലിയൊരു സംഭവമല്ലേ നിങ്ങളുടെ പ്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളൊരു സംഭവം. ഓക്കെ, ഇനി അടുത്ത മത്സരത്തിലേക്ക് വരാം. ബാഴ്സലോണ 5-0 എന്ന് പറയുന്ന ഒരു ബിഗ് മാർജിനിലുള്ള വിജയമാണ് സ്വന്തമാക്കിയത്. ബാഴ്സയുടെ ഈ ഒരു വിജയത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ യൂറോപ്പിലെ 5 ലീഗിൽ 4 ലീഗും സ്റ്റാർട്ട് ചെയ്തു. പ്രീമിയർ ലീഗ്, ലാ ലീഗ, അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് ലീഗ് 1, പിന്നെ മറ്റേ ഇറ്റാലിയൻ സീരിയ, ഈ 4 ലീഗും സ്റ്റാർട്ട് ചെയ്തു. 4 ലീഗിലെയും ബിഗ് ക്ലബ്ബുകൾ അവരുടെ ഒരു മത്സരം കളിക്കുകയും ചെയ്തു. സ്റ്റിൽ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് ലഭിച്ചിട്ടുള്ളത് ബാഴ്സയ്ക്കാണ്. ബാഴ്സ 5-0 എന്ന് പറഞ്ഞിട്ട് എൽച്ചെ അങ്ങ് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. ഈ മത്സരത്തിൽ അദേമി, അവരുടെ പുതിയ സൈനിങ്, ഒരു ഗോൾ സ്കോർ ചെയ്തു. ഫെർമിൻ ലോപ്പസ് 2 ഗോളുകൾ, അതുപോലെ തന്നെ റാഫീഞ്ഞ 2 ഗോളുകൾ, പിന്നെ ആന്റണി ഗോർഡൻ 2 അസിസ്റ്റ് നൽകി കിടിലം പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവലിലുള്ള ഒരു ഗെയിം നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ഗെയിം, ഫുൾ ആധിപത്യം, ഫുൾ അറ്റാക്കിംഗ് പാസസ്, ഒരു എന്റർടൈനിങ് സാധനം, ഒരു ആക്ഷൻ സിനിമയൊക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ബാഴ്സ ഫസ്റ്റ് മാച്ചിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ബാഴ്സയുടെ പൗക്കു ബാർസി, അതുപോലെ തന്നെ വിങ് ബാക്കുകൾ, അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാവിനെയും മറ്റേ ഒരു അക്കാഡമി പ്ലെയർ ഉണ്ട്, ആളുടെ പേരെന്താ, മാർക്ക് ബെർണാഡ്, ഇവരൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു ടോപ്പ് ടീം അത് ഇതുവരെ കളിച്ചില്ല. അത് ഉപയോഗിക്കാതെ അവരുടെ പല പ്ലേയേഴ്സും ഒരു സബ്ബായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ്, അതേമേക്കാട്ടിലും ഗോർഡൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫുൾ സ്ക്വാഡ് ടീമല്ല, ഒരു ഫുൾ പവർ ടീമിനെ അല്ല കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇത്രയും മികച്ചൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതാണ്, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു റൗണ്ട് കഴിയുന്ന സമയത്ത് നമ്മൾ 3 മാച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തെ മാച്ച് എന്ന് പറയുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് 2ാമത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡ് നന്നായി എന്ന്. 2ാമത്തെ മത്സരത്തിൽ ആ വിചാരമൊക്കെ തീർന്നു. 2-2 സമനില വില്ലാറയലിനെതിരെ. അവസാന നിമിഷമാണ് സമനില പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഡിയാഗോ സിമിയോണിയുടെ മകൻ സിമിയോണി 85ാം മിനിറ്റിലായിരുന്നു ആ ഒരു സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കാർഡ് വാങ്ങി 10 പേരായിട്ട് ചുരുങ്ങിയ ഒരു ടീമായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ ഏറ്റവും എടുത്തു വരേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ജാൻ ഓബ്ലാക്ക് ആണ്. ആള് കിടിലനായിട്ടുള്ള ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. 4 സേവുകൾ നടത്തി. അതുകൊണ്ട് മാത്രമാണ് ഈ മത്സരത്തിൽ അത്ലറ്റിക്കോമായിട്ട് രക്ഷപ്പെട്ടു പോയത് എന്നതാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുന്ന സാഹചര്യത്തിൽ, ഈ ഒരു ഫസ്റ്റ് റൗണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോമായിട്ട് 2 കളിയും കളിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 ടീമുകളുടെയും ഒരു ബെസ്റ്റ് പ്ലേയേഴ്സിനെ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ, ഒന്നാമത്തത് എനിക്ക് ഈ ഒരു എല്ലാം, അതായത് ഈ ഒരു ലാലിഗയിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയ പ്ലെയർ എന്ന് എനിക്ക് തോന്നിയ പ്ലെയർ എന്ന് പറയുന്നത് അത് ബാഴ്സലോണയുടെ ഫെർമിൻ ലോപ്പസ് ആണ്. ആൾ അണ്ടർ റേറ്റഡ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതെ പോയി. ആളുടെ ഒരു ഇഞ്ചുറി കാരണം മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പാണ്, 100% ഉറപ്പാണ് ആ ഒരു സ്ക്വാഡിൽ ഫെർമിൻ ലോപ്പസ് കാണും. ഫെർമിൻ ലോപ്പസിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതെ പോയി. ആ ഒരു കലി മൊത്തം തീർത്തു. ഫസ്റ്റത്തെ മാച്ചിൽ തന്നെ 2 ഗോൾ, കിടിലം ഗോളുകൾ നേടി. അത് മാത്രമല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുമ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. ആളൊരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. എൻ്റെ ഈ ഒരു ലാലിഗയിലെ ഈ ഒരു ഫസ്റ്റ് മാച്ച് ഡേയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫെർമിൻ ലോപ്പസ് ആണ്. വേറെ ലെവൽ കളി ആൾ കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, ഈ കാർലോസ് എസ്പി, ഈ ഒരു റയലിന്റെ ഒരു വിന്നിംഗ് ഗോള് ഡെബ്യൂ മത്സരത്തിൽ തന്നെ നേടി കാർലോസ് എസ്പി. ആളുടെ സൈനിങ് നടന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കാർലോസ് എസ്പിയെ കാട്ടിലും മികച്ചത് ഗോൺസാലോ ഗാർസിയ ആണ് എന്നത്.
ഞാൻ ഇപ്പോഴും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗോൺസാലോ ഗാർസിയ കാർലോസ് എസ്പിയേക്കാൾ മികച്ച പ്ലെയർ ആണ് എന്ന് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആണ് ഗോൺസാലോ ഗാർസിയ. റയലിന്റെ അക്കാഡമിയിൽ നിന്ന് അടുത്തിടയ്ക്ക് ഒന്നും ഒരു സെന്റർ ഫോർവേഡ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നൊരു പ്ലെയർ ആയിരുന്നു. പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്ലബ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ ആണ്, ജോയിന്റ് ടോപ്പ് സ്കോറർ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആളെ കൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഈ ഒരു കാർലോസ് എസ്പിയെ കൊണ്ടുവരുന്നു. എസ്പി ആദ്യത്തെ മാച്ചിൽ തന്നെ സ്കോർ ചെയ്യുന്നു. എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ ആ ഒരു പ്ലെയറെ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് കരുതുന്നത്. പക്ഷെ വരുന്ന പെർഫോമൻസിലൂടെ ഒരുപക്ഷെ കാർലോസ് എസ്പി അത് മാറ്റി എഴുതിയേക്കാം. ഈ ഒരു റയലിന് കഴിഞ്ഞ 2 സീസണിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ജോഫല് പോയതിനു ശേഷം ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ല. അപ്പോൾ അവസാന നിമിഷങ്ങളിലൊക്കെ ഒരു ക്രോസ് ഇടുമ്പോൾ ആളില്ല ബോക്സിനകത്ത്. അറിയാലോ, എംബാപ്പെ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ആൾ കുറച്ച് ഡൗൺ ആയിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഫുള്ളി സോൾവ് ചെയ്തു ഈ ഒരു കാർലോസ് എസ്പിയുടെ സൈനിങ്. ക്ലിയർ ആയിട്ട് ആൾ അത് കാണിച്ചു തന്നു. ആൾ അവിടെ നിൽക്കുവാണ്. എംബാപ്പെ ആ ബോൾ എടുത്ത് പോകുമ്പോൾ ആൾ അവിടെ അകത്ത് തന്നെ നിൽപ്പുണ്ട്, കറക്റ്റ് പൊസിഷനിൽ നിൽപ്പുണ്ട്. ബോൾ കിട്ടിയ പാടെ എടുക്കുന്നു, ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ചെയ്യുന്നു, വിന്നിങ് ഗോൾ നേടുന്നു. അപ്പോൾ അത്രയും ടോപ്പർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി. ഇനി ഒരു മോശം പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്നത് ലാമിൻ യമാലിന്റെ പെർഫോമൻസ് ആണ്. ആളുടെ പെർഫോമൻസ് എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല ഫസ്റ്റ് റൗണ്ടിൽ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. യമാലി കുറച്ചൊരു ഡൗൺ ആയിരുന്നു, ഒരു അപ്സെറ്റ് പോലെയായിരുന്നു യമാലിനെ സംബന്ധിച്ച്. ആളുടെ ആ ഒരു സബ്ബായതിനു ശേഷം പോയി അവിടെ ഇരിക്കുന്ന സമയത്ത് ആളുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കുറച്ച് ഡൗൺ ആയിട്ടിരുന്നു ആള് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത മാച്ചിൽ ആള് തിരിച്ച് കംബാക്ക് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ നടന്നിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, രണ്ടാമത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരത്തിൽ ജൂലിയൻ ആൽവാരസ് സ്ക്വാഡിലുണ്ടായിരുന്നു. സബ്ബായിട്ട് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി. അവരുടെ ഫാൻസ് തന്നെ കൂവുന്നത് കാണാം. അതൊക്കെ നോർമലാണ്. അറിയാലോ, ഇതുപോലെ ഒരു റൈവൽ ടീം എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് പോകാൻ ഒരു പ്ലെയർ തയ്യാറായി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ടീമിന്റെ ഫാൻസും ട്രോളും ഇതുപോലെ കൂവും എല്ലാം ചെയ്യും. പക്ഷെ സ്റ്റിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്യുന്ന പരിപാടി അത് ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്ലെയറിന് ഒരു ടീമിൽ നിന്ന് പോകണമെങ്കിൽ വിടുക, കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇനിയുള്ള ഭാഗം കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീമിന് വേണ്ടി ഒരു പ്ലെയർ കളിക്കുകയാണെങ്കിൽ 100% നമ്മുടെ ടീമിന് അത് കൊടുത്ത്, അവരുടെ എഫേർട്ട് കൊടുത്ത് കളിക്കാൻ പറ്റണം. നമ്മുടെ ടീമിന്റെ ബാൾജിന് വേണ്ടി കളിക്കണം. അല്ലാതെ ആ പ്ലെയറെ കളിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡ് അങ്ങനെ ചിന്തിക്കണം. അവരുടെ ടീമിന്റെ ബാൾജിന് വേണ്ടി അവന് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ പ്ലെയറിനെ കൊടുക്കുക. ആ പ്ലെയർ ബാഴ്സയ്ക്ക് പോകണമെങ്കിൽ കൊടുക്കുക. റൈവൽ ടീം സ്ട്രോങ് ആകും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലെയറിന്റെ കരിയർ തുലയ്ക്കുന്നത് അത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ആൾക്ക് വേറെ ടീമിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റിൽ ഒരു വർഷം ഈ ഒരു ആരാധകരുടെ കൂവലും, അത് മാത്രമല്ല ആ ട്രെയിനിങ് സമയത്ത് പ്ലേയേഴ്സുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്തും ആൾക്ക് ഒരു വലിയൊരു ഇൻവോൾവ്മെന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സഹിച്ചൊരു സീസൺ അങ്ങ് തള്ളിക്കളയണമെന്നാണ് പറയുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് മാനേജ്മെന്റ് ബോധമില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. അവർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ടൈം.